ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ CSKയോടൊപ്പം RRP ആണ്. മക്കളെ, കെമിസ്ട്രിയുടെ +1 ടോപ്പിക്സുകൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസും പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട്, കാര്യം വീഡിയോക്ക് ലെങ്ത് കൂട്ടണ്ട, നിങ്ങളുടെ സമയം കളയണ്ട, നമുക്ക് +2 ഈ വർഷത്തെ ഒരു എക്സ്പെക്ടേഷൻ ഏതിനൊക്കെ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുത്താൽ ഏത് പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് നോക്കാം. ഈ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. യെസ്, നമുക്ക് കോർഡിനേഷൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് 3 to 4 ക്വസ്റ്റ്യൻസ് വരാം. 2024 4 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻ ആണ്. 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ട്. അത് ഈ കോർഡിനേഷൻ പഠിക്കുമ്പോൾ DNF വളരെ സുഖമാണ്. അതും 3-4 കണക്ട് ചെയ്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈബ്രിഡൈസേഷൻ, ഷേപ്പ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഐസോമറിസം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം, സ്ട്രക്ചർ ഐസോമറിസം ഉണ്ട്, IUPAC നെയിമിംഗ്. IUPAC നെയിമിംഗ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്, സെലക്ട് ചെയ്യാവുന്നേ. അത്രേ ഉള്ളൂ. സ്ട്രെങ്ത് ഓഫ് ലിഗാൻസ്, ക്രിസ്റ്റഫീൽഡ് സ്പ്ലിറ്റിംഗ് വെച്ച് ചോദിക്കാട്ടോ. ഒക്ടാഡൽ ഫീൽഡിൽ ഉള്ള ക്രിസ്റ്റഫീൽഡ് സ്പ്ലിറ്റ് പ്രധാനമായിട്ട് വരും. എക്സാമ്പിൾ ഫോർമുലേറ്റ്, അട്രോറ്റിക് ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈഡ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യനെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ പർട്ടിക്കുലർ ടോപ്പിക്കില് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേറെ ബുക്ക് എടുത്തില്ല, അറ്റ്ലീസ്റ്റ് NCERT എങ്കിലും ചെയ്തു നോക്കണം. NCERT ഉറപ്പായിട്ടും NCERT മക്കളെ, ഇനി നിങ്ങളുടെ NCERT എങ്കിലും നോക്കുക. വേറെ ബുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓൾറെഡി പല സെന്ററുകളിൽ പഠിക്കുന്നവർ കാണും. അപ്പൊ നിങ്ങൾ അവിടുത്തെ മോക്ക് സീരീസ് അറ്റൻഡ് ചെയ്യും. അടുത്ത ചാപ്റ്റർ D&F, അടുത്ത വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കോർഡിനേഷൻ ഒരുപോലെ തന്നെ പോകുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് D&F, പ്രധാനമായിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഏറ്റവും ഹൈയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ് ഓസ്മിയം അല്ലെ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ മാംഗനീസ്, മാഗ്നറ്റിക് ബിഹേവിയർ, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ഏറ്റവും ഹൈയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഒക്കെ പഠിപ്പിച്ചതാണ്. അസിഡിക്, ബേസിക്, ആംഫോട്രിക് ഓക്സൈഡ്സ് ഏതൊക്കെയാണ്? KMnO4, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിന്റെ സ്ട്രക്ചറിന് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അതിന്റെ ഓക്സിഡൈസിങ് ആക്ഷൻ. ലാമിനോയിഡ്സ് പ്രത്യേകം ചോദ്യം ചോദിക്കട്ടെ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാമിനോയിഡ്സ് +2 +4 വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2024 3 ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇൻഓർഗാനിക് ആണ്. അപ്പൊ 3-4 ക്വസ്റ്റ്യൻസ് ആണ്. കാരണം വേറെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. S ബ്ലോക്ക് ഡിലീറ്റഡ് ആണ്. P ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു മാക്സിമം ഒരു ക്വസ്റ്റ്യൻ. P ബ്ലോക്ക് ആക്ച്വലി നിങ്ങൾക്ക് NCERT-യിൽ ഒരു സെപ്പറേറ്റ് ഹെഡിങ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ സിലബസിൽ P ബ്ലോക്കിന്റെ ചെറിയ പോർഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നത് DNF തന്നെയാണ്. ഒരു 3-4 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് സാറ് പറഞ്ഞത്. അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കെമിക്കൽ കാൻഡീസ് പോലെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരുന്നത്. ഡിഫിക്കൽട്ട് ചാപ്റ്റർ അല്ല, അത്ര ഡിഫിക്കൽട്ട് അല്ല. ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. അതിന്റെ ബേസിക് ഗ്രാഫ്, ചിലപ്പോൾ ഗ്രാഫ് വന്നിട്ട് ഏതാണ് സീറോ, ഹാഫ് ലൈഫ് പീരീഡ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഡിഫിക്കൽട്ട് അല്ല. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് മക്കളെ. ഒരു കാരണവശാലും ഈ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിൽ പോകും. ക്വസ്റ്റ്യൻസ് റിവൈസ്. അടുത്ത ഹാലോജൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ഇയറിൽ SN1 SN2 റിയാക്ഷൻ. ഞാൻ എൻട്രൻസ് ഫീൽഡിൽ വന്ന കാലം തൊട്ട് അതേ ക്വസ്റ്റ്യൻ. ഞാൻ കെമിസ്ട്രി അധ്യാപകനല്ല, പക്ഷെ ഇത് പിള്ളേരും പ്രിപ്പറേഷൻസ്, അതിന്റെ പ്രിപ്പറേഷൻസ്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, എലിമിനേഷൻ റിയാക്ഷൻസ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഈ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബൺ 2 ചാപ്റ്റർ, ബാക്കി 3 ചാപ്റ്ററിൽ ക്ലബ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് 6 to 7 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ചാപ്റ്ററിൽ ഈ 2 ക്വസ്റ്റ്യൻസേ വരുന്നു. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ വളരെ ലെങ്തി ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുറെ നെയിം റിയാക്ഷൻസ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. അതിന്റെ പ്രിപ്പറേഷനിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ, അത് പ്രത്യേകിച്ച് പ്രധാനമായിട്ട് റിഡക്ഷൻ റിയാക്ഷൻസ്, ഓക്സിഡേഷൻ ഉറപ്പായിട്ട് ചെയ്യും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്, റിഡക്ഷൻ റിയാക്ഷൻസ് ഒക്കെ പലപ്പോഴും ഓക്സിഡേഷൻ KMnO4 ഓക്സിഡേഷൻ റിയാക്ഷൻസ്, അല്ലെങ്കിൽ PCC ഓക്സിഡേഷൻ റിയാക്ഷൻസ്. നമ്മള് പണ്ട് സ്റ്റാഫ് റൂമിലൊക്കെ അപ്രോപ്രിയേറ്റ് സാറിന്റെ അടുത്ത് പിള്ളേർ ഇതും കൊണ്ട് എപ്പോഴും സംശയം. പിന്നെ അതുപോലെ പിള്ളേരെ ഞാൻ പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴും, അതായത് ഞാൻ വേറെ കെമിസ്ട്രി ഫാക്കൽറ്റീസിനോട് ഇരിക്കുമ്പോഴും എല്ലാവരും പറയുന്നൊരു കംപ്ലൈന്റ് ആണ്. അതായത് അവരുടെ ഒരു വിഷമമാണ് ഈ ഒരുപാട് നെയിം റിയാക്ഷൻസ്, ഇങ്ങനെ കുറെ സാധനം പഠിക്കാൻ. 32 നെയിം റിയാക്ഷൻസ് പഠിക്കണം.
അതെ അതെ, അത് പഠിച്ചേ പറ്റൂ. ജസ്റ്റ് ഒന്നും അറിയാം. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതാണ് വരിക. ചിലപ്പോൾ ബോയിലിംഗ് പോയിന്റ് കമ്പാരിസൺ, സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, റിയാക്ഷൻസ് ഓഫ് ഗ്രിഗ്നാർ റിയേജന്റ് നെയിം റിയാക്ഷൻസ്, ഓർഡർ ഓഫ് അസിഡിറ്റി ആൻഡ് ബേസിറ്റി. സാർ അങ്ങോട്ട് നീങ്ങി നിന്നാൽ ചിലപ്പോൾ അവർക്കൊന്നും പഠിക്കാൻ പറ്റും. മക്കളെ ഞങ്ങൾ ഇന്ന് മാറി ഒന്ന് പുറത്തോട്ട് നിൽക്കുകയാണ്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ സാറ് ഇപ്പൊ സാറ് അകത്തോട്ട് കയറിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 തൊട്ട് 7 ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിച്ചു 7 ക്വസ്റ്റ്യൻ വന്നാൽ 28 മാർക്കാണ്. അതെ അതെ അല്ലേ സാർ? ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ചേക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഈ 3 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് വരുമ്പോ ഒരു ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ മരിച്ചു അങ്ങനെ ഇത് പഠിക്കണ്ടേ. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതാണ് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരിക. അതാണ് മക്കൾ നോക്കണം. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ, നേഴ്സ് ഇക്വേഷൻ, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, വേരിയേഷൻ വിത്ത് ഡൈല്യൂഷൻ, ഇതൊക്കെ സ്ഥിരം ചോദിക്കാം. സ്ഥിരം എല്ലാത്തിനും ചോദിക്കാം. 2 ക്വസ്റ്റ്യൻസ് മാക്സിമം 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ വളരെ നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആകുമ്പോൾ വെറുതെ ജസ്റ്റ് വരുന്നു. കുറച്ചും കൂടി വരുമ്പോൾ നേഴ്സ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് സൊല്യൂഷൻസ്. ഇതും പ്രോബ്ലം ബേസ്ഡ് ആണ്. ഹെൻറീസ് ലോനെ ബേസ്ഡ് അല്ലെങ്കിൽ ഏതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, എസിയോട്രോപിക് മിസ്റ്റേക്സ് ഏതാണ്, കൊളിഗേറ്റീവ് പ്രോബ്ലം, അതിന്റെ ബേസ് ഒന്നിൽ ഈ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ്, ഐ ഫാക്ടർ എന്താണ്, കൂടുതലും പ്രോബ്ലം ചോദിച്ചല്ലേ കാണാം. ചിലപ്പോൾ വളരെ അപൂർവ സ്റ്റേറ്റ്മെന്റ് പ്രയോറിറ്റി കൊടുത്ത് ടോപ്പിക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് വരും. സൊല്യൂഷൻസിന് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. ഇപ്പൊ ലേറ്റസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് വരെ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. കുട്ടികൾ ആ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ടല്ലോ. സോൾട്ട് അനാലിസിസും വോളമെട്രിക് അനാലിസിസും ലാബിൽ പോകുന്നതാണ്. അത് പരീക്ഷയ്ക്ക് 2-3 വർഷം വരെ ചോദിക്കും. 2-3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും ഉറപ്പായിട്ടും. അതിന്റെ ഗ്രൂപ്പ് അനാലിസിസ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ആനിയോൺസിനെ കൂടുതൽ കാറ്റോൺസിന്റെ ഗ്രൂപ്പ് അനാലിസിസ് പെർമിഷൻ കൊടുക്കുക, റിഡോക്സ് ടൈട്രേഷൻസ് ഏതാണ്, ഓക്സിഡൈസിങ് റെഡ്യൂസിങ്, അതിന്റെ ബേസ് ചെയ്ത് ഓർഗാനിക് അനാലിസിസ്, സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഫോം, ഇതിന്റെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. അതിന് ഞാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഇട്ടുണ്ട് നോക്കിയിട്ട് അത് ഇല്ലേ. ഒന്ന് ഗ്രൂപ്പ് അനാലിസിസ് ആണ്. ഗ്രൂപ്പ് 1, 2, 3, 4 ഇത് ഉറപ്പായിട്ട് പഠിച്ച 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് കാറ്റയോൺസ് ആണ്, ഏതാണ് അതിന്റെ ടൈപ്പ് ഓഫ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്, അതിന്റെ കളർ ഏതാണ് ഗ്രൂപ്പ് റിയേജന്റ്, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ടും 2 ക്വസ്റ്റ്യൻസ്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാർ ഇത് എഴുതി, നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഇത് എഴുതി. ആക്ച്വലി ഞാനൊരു കെമിസ്ട്രി അധ്യാപകനല്ല. ഇത് ഇപ്പൊ കണ്ടാൽ എനിക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം എന്നോട് സാർ ഇത് എഴുതിയപ്പോ പറഞ്ഞു, ഇത് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ഇത് എഴുതി. ഞാൻ ചോദിച്ചു സാറോട്, സാർ ഇങ്ങനെ എഴുതി സ്ലൈഡ് ഇടണോ? സാറ് പറഞ്ഞു ഇട്ടേ പറ്റൂന്ന്. നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ ഇട്ടേനെ. പക്ഷെ സാർ പറഞ്ഞു ഇതിന്റെ പ്രയോറിറ്റി ഒന്ന് സ്ക്രീൻഷോട്ട് മക്കളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആണ്, അതിന്റെ കളർ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ചിലപ്പോൾ ചോദിക്കാം. ഏതൊക്കെയാണ് അതിന്റെ ഓർഡർ എന്നുള്ളത് വളരെ അതേ ഓർഡർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ എഴുതാത്തത് ഗ്രൂപ്പ് 0 ആണ്, അമോണിയം. അതറിയാമോ? കൺഫോർമേറ്ററി ടെസ്റ്റ് ഗ്രൂപ്പ് 0. എക്സാമ്പിൾ ആയിട്ട് ഷുഗർ ഏതാണ്, സ്ട്രക്ചറിന്റെ റിയാക്ഷൻസ്, ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻസ്, സ്റ്റാർച്ച്, ബയോളജിയിൽ പഠിക്കുന്ന ബയോളജി കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന എമിനോ എസെൻഷ്യൽ. അപ്പൊ കുട്ടികൾക്ക് വൈറ്റമിൻസ് ഏതൊക്കെയാണ്, DNA, RNA, ഇതിൽ നിന്ന് ചോദ്യം കൂടി ഒന്നോ മാക്സിമം പോയി 2 ക്വസ്റ്റ്യൻസ്. പിന്നെ വേറെ കാര്യമുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പറയുമ്പം എൻട്രൻസ് എക്സാം കളിക്കുന്ന എല്ലാവരും അത് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ പഠിച്ച് ഇതുപോലെ വളരെ നന്നായിട്ട് പഠിച്ചാൽ നമ്മുടെ മക്കൾക്ക് ഉറപ്പായിട്ടും 160 above കിട്ടും. നിങ്ങൾ ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് പോയ 150+ പ്ലസിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. പക്ഷെ ഈസി ആയിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസത്തെ പഠിത്തം സിസ്റ്റമാറ്റിക് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയുന്ന 160+. ഇപ്പൊ ഒരു 160+ കെമിസ്ട്രിയിൽ കിട്ടി സപ്പോസ് ഒരു സ്റ്റുഡന്റിന്, നമുക്ക് ഒരു 140+ ഫിസിക്സിന്റെ കിട്ടി കഴിഞ്ഞാല് 300. ബയോളജിക്ക് ഒരു 350 അടിക്കുന്ന കുട്ടിക്ക് 650 ഈസി ആയിട്ട്. കെമിസ്ട്രിയിൽ 180 കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. 180 കിട്ടണം. ഇന്നലെ എന്റെ അടുത്തൊരു ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും എല്ലാ പരീക്ഷകളിലും 680+ ആണ് കിട്ടുന്നത്. എന്നിട്ടും ആ മോൾ എന്നോട് ചോദിച്ചത്, സാറേ ഇതിൽ ഏതൊക്കെയാണ് ഇനിയും എന്നെ
വേറെ സ്റ്റുഡൻസ് കോൺടാക്ട് അതെ, ചെയ്യും. നമ്മുടെ ചാനൽ മാത്രമല്ല, അല്ലല്ല. കറന്റ് അവര് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയുന്നില്ല, പക്ഷെ അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ അറിയാം, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഈ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, സാറേ ഫിസിക്സിന്റെ നമുക്ക് മോസ്റ്റ് എക്സ്പെക്ടഡ് പോർഷൻസ് ഒരു വീഡിയോ ചെയ്യാവോ? നാളെ അതിന്റെ വീഡിയോ വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ നോക്കി കെമിസ്ട്രി ആസ്വദിക്കുക. നാളെ നമുക്ക് ഫിസിക്സിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത് അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഞാൻ അത് നിങ്ങളോട് പറയുന്നു, ഞാനും എൻ്റെ ഒരു ഗുരുനാഥനെ പോലെ കാണുന്ന വ്യക്തിയാണ് സുനിൽ സാർ. കാരണം പ്രായം കൊണ്ടല്ല, സാറിന്റെ വർക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ട്. സോ സാറിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ കെമിസ്ട്രി എക്സാം അടിപൊളിയായിട്ട് എഴുതുക. സാറേ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ ഉറപ്പായിട്ടും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം പൂണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിരുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം പൂണിയും. അതിനുവേണ്ടി എല്ലാവിധ പ്രാർത്ഥനയും ഞങ്ങൾക്ക്, അതായത് എഡ്യൂക്കേഷൻ ലേണിംഗിൽ ഉള്ള എനിക്കും ഉണ്ടാവുന്നതാണ്. അപ്പൊ മക്കളെ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ കണ്ടുമുട്ടാം. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ അറിയിക്കാം. അപ്പൊ മക്കളെ ഓൾ ദ ബെസ്റ്റ്, കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ. ഓൾ ദ ബെസ്റ്റ്.